നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു സോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ഫോക്കസ് ഏരിയാസ് ആണ്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്ന 2 പ്രോഗ്രാംസ് ആണ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ പ്രോഗ്രാമിൻ്റെ പേര് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം FPP എന്ന് പറയുന്ന 1951. അതിനുശേഷം 1997 റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം RCH എന്ന് പറയും. ഈ 2 പ്രോഗ്രാംസാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലോഞ്ച് ചെയ്തിരിക്കുന്ന 2 പ്രോഗ്രാംസ്. ഇനി 1997 ലോഞ്ച് ചെയ്ത RCHൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്നാമത്തത് ക്രിയേറ്റിംഗ് അവയർനെസ് അമംഗ് ദ പീപ്പിൾ അബൌട്ട് വാരിയസ് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ്. റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണമാണ് ഒന്നാമത്തെ കാര്യം. 2. പ്രൊവൈഡിംഗ് ഫെസിലിറ്റീസ് ആൻഡ് സപ്പോർട്ട് ഫോർ ബിൽഡിംഗ് അപ്പ് എ റിപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി. എല്ലാ തരത്തിലുള്ള സഹായവും സഹകരണങ്ങളും ഫെസിലിറ്റീസും ഈ ഒരു റിപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ളൊരു സൊസൈറ്റീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ്. സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എന്താണെന്ന്. ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ് സച്ച് ആസ് അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത്, സോഷ്യൽ ലേബൽസ് ലൈക്ക് സെക്സ് അബ്യൂസ് ആൻഡ് സെക്സ് റിലേറ്റഡ് ക്രൈംസ്. ഈ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെക്സ് റിലേറ്റഡ് ക്രൈംസ്, അതേപോലെ സെക്സിൻ്റെ അബ്യൂസസ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനവും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണവും, അതുപോലെ തന്നെ അൺകൺട്രോൾഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ജനസംഖ്യാ നിരക്കിനെക്കുറിച്ചും ഒരു ബോധവൽക്കരണം നടത്തുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് വരുന്നത് എംനിയോസെൻറ്റസിസ് ആണ്. എന്താണ് എംനിയോസെൻറ്റസിസ്? ഇറ്റ് ഈസ് എ പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്. പ്രീനാറ്റൽ എന്ന് പറഞ്ഞാൽ ബിഫോർ ബർത്ത് ആണ്. ബിഫോർ ബർത്ത് നടക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ്. in which a sample of amniotic fluid from the womb of a pregnant woman is taken during the early stages of development and the cells are cultured and analyzed. ഒരു സാമ്പിൾ amniotic fluid മദറിൻ്റെ വോംബിൽ നിന്നും സാമ്പിളായിട്ട് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ്, അതിൽ നിന്ന് എടുക്കുന്നത് സെൽസിനെ നമ്മൾ കൾച്ചർ ചെയ്തിട്ട് അനലൈസ് ചെയ്യും. അപ്പോൾ കൾച്ചർ ചെയ്യുമ്പോൾ ഒത്തിരി സെൽസ് കിട്ടും. കിട്ടുന്ന ഫ്ലൂയിഡിൽ കുറച്ച് സെൽസേ ഉള്ളെങ്കിലും അത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു വലിയ കൾച്ചർ ആക്കിയിട്ടതിന് ശേഷം അത് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്സ് ക്രോമസോംസിൻ്റെയും ബാക്കിയുള്ള ക്രോമസോംസിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് കിട്ടും. ഇനി എന്താണ് അതിൻ്റെ യൂസസ്? ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, സെക്സ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് കുഡ് ബി ഡിറ്റക്റ്റഡ്. ഈ ഡെവലപ്പിംഗ് എംബ്രിയോക്ക് എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ സെക്സ്, അതേപോലെ ഡെവലപ്മെൻറ്റലായിട്ടുള്ള എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എംനിയോസെൻറ്റസിസ് യൂസ് ചെയ്യുന്നത്. ഇനി അതിന് പകരമായിട്ട് യൂസിന് പുറമെ ഈ നോർമൽ ഫീമെയിൽ ഫീറ്റസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡെസ്ട്രോയ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്ന ചില സമൂഹങ്ങളുണ്ട്. അപ്പോൾ ആ ഫീമെയിൽ ഫീറ്റസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ എംനിയോസെൻറ്റസിസ് യൂസ് ചെയ്തിരുന്നു. പക്ഷെ അതിപ്പോൾ ബാൻഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷന്, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാരണം പറയുന്നത് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ് ആണ്. ഡെത്തിൻ്റെ റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ് കുറയുക. ഡിക്ലൈൻ ഇൻ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറയുക. മെറ്റേണൽ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻറ്റ് വുമൺസ്, അല്ലെങ്കിൽ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് അമ്മമാരുടെ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഡിക്ലൈൻ ഇൻ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെയും മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ റിപ്രൊഡക്റ്റീവ് ഏജ്. മെയിലിലാണെങ്കിലും ഫീമെയിലിലാണെങ്കിലും ഒരു റിപ്രൊഡക്റ്റീവ് ഏജ് ഉണ്ടാവും പ്യൂബർട്ടി കഴിഞ്ഞതിന് ശേഷമുള്ള. ആ പ്യൂബർട്ടി കഴിഞ്ഞതിന് ശേഷമുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതാണ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ റിപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്രൊഡക്റ്റീവ് ഏജിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്.
കോൺസിക്വൻസസ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അബ്സല്യൂട്ട് സ്കേഴ്സിറ്റി ഓഫ് ബേസിക് റിക്വയർമെൻറ്റ്സ് ലൈക്ക് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്. ഭക്ഷണത്തിനും താമസത്തിനും വസ്ത്രത്തിനും, അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആണ് അതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്തത് സ്റ്റെപ്സ് ഫോർ ബർത്ത് കൺട്രോൾ. ബർത്ത് കൺട്രോളിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് എന്ന് പറഞ്ഞെങ്കിൽ. പിന്നെ ഉള്ളത് അതർ സ്റ്റെപ്സ്, റേസിംഗ് ഓഫ് മാരേജബിൾ ഏജ് ടു 18 ഫോർ ഫീമെയിൽസ് ആൻഡ് 21 ഫോർ മെയിൽസ്. ഫീമെയിൽസിന് 18, മെയിൽസിന് 21 ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. ഇൻസെൻറ്റീവ്സ് ഗിവൺ ടു കപ്പിൾസ് വിത്ത് സ്മോൾ ഫാമിലീസ്. ചെറിയ ഫാമിലികളുള്ള ആളുകൾക്ക് പിന്നെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. അതൊരു മോട്ടിവേഷൻ ആകുമ്പോൾ ബർത്ത് കൺട്രോൾ മെഷേഴ്സ് ഉണ്ടായിക്കോളും. ഇനി ബർത്ത് കൺട്രോൾ മെഷേഴ്സിനെ നമ്മൾ 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു എസെൻസ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ബർത്ത് കൺട്രോൾ മെത്തേഡ്സിന്. പീരിയോഡിക് അബ്സ്റ്റിനൻസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്, ലാക്ടേഷണൽ അമനേറിയ. ഇനി ബാരിയർ മെത്തേഡിൽ വരുന്നത് കോണ്ടംസ്, ഡയഫ്രംസ്, സർവൈക്കൽ ക്യാപ്സ്, വാൾസ്. IUDയിൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. അതിൽ വരുന്നത് ലിപ്സ് ലൂപ്പ്, കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് 375, പ്രൊജസ്ട്രാസ്റ്റഡ് ആൻഡ് LNG 20. ഇനി ഓറലായിട്ട് പിൽസായിട്ട് കഴിക്കുന്നത് സഹേലി പോലെയുള്ള പിൽസ്. സർജിക്കലായിട്ട് വരുന്നത് സർജറി വഴി ബർത്ത് കൺട്രോൾ ചെയ്യുന്നത് വാസക്ടോമിയും ട്യൂബെക്ടോമിയും. പിന്നെ ഇംപ്ലാന്റ്സ്, പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ ബിനീത്ത് ദ സ്കിന്ന്. ഇംപ്ലാന്റ് അതായത് പ്രൊജസ്ട്രോണിൻ്റെയും ഈസ്ട്രോജൻ്റെയും ഹോർമോണിൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നിൻ്റെ താഴെ വയ്ക്കാം. കോപ്പർ റിലീസിങ് IUDs, കോപ്പർ 7ഉം കോപ്പർ ടിയും മൾട്ടിലോഡ് 375 ആണ് കോപ്പർ റിലീസിങ് IUDസിൽ വരുന്നത്. ഹോർമോൺ റിലീസിങ് IUDസിലാണെങ്കിൽ പ്രൊജസ്റ്റാസേർട്ടും LNG 20 ആണ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കണം. കാരണം പലപ്പോഴും മാത്സ് ദ ഫോളോയിങ്ങിലും കോളംസ് ഫോം ചെയ്യാനൊക്കെ ചോദിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിങ്ങനെ പഠിച്ചു വയ്ക്കാം. ഇത് അതിൽ വരുന്ന പിക്ചേഴ്സാണ്. ആദ്യത്തേത് കാണിച്ചിരിക്കുന്നത് ഇംപ്ലാന്റ്സ് ആണ്, സ്കിന്നിൻ്റെ അടിയിൽ വെക്കുന്ന ഹോർമോണിൻ്റെ കോമ്പിനേഷൻസ് ആണ്. പിന്നെ വരുന്നത് IUDസിൽ വരുന്ന സർവൈക്കൽ ക്യാപ്സ് ആണ്, സർവിക്സിലാണ് ഇത് യൂസ് ചെയ്യുക. ഇതും ഫീമെയിലിൻ്റെ ബോഡിയിൽ യൂട്രസിലാണ് കോപ്പർ ടി യൂസ് ചെയ്യുന്നത്. കോപ്പർ റിലീസിങ് ആണത്. പിന്നെ വരുന്നത് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. താഴെ കാണിച്ചിരിക്കുന്നത് 2 സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ആദ്യത്തേത് മെയിൽസിൽ നടക്കുന്ന വാസെക്ടോമിയാണ്. ഒരു സ്മോൾ പോർഷൻ വാസ് ഡെഫറൻസ് കട്ട് ചെയ്തിട്ട് അത് ടൈപ്പ് ചെയ്യാം. അതിനാണ് വാസെക്ടോമി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ട്യൂബെക്ടോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫലോപ്പിയൻ ട്യൂബിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ ടൈപ്പ് ചെയ്യാം. അത് ട്യൂബെക്ടോമി. ഫലോപ്പിയൻ ട്യൂബാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഫീമെയിൽസിലായിരിക്കും. വാസ് ഡെഫറൻസ് ആണെങ്കിൽ അത് മെയിൽസിലായിരിക്കും. അങ്ങനെ ഓർമ്മിച്ച് വയ്ക്കുക 2 പോയിൻറ്റ്സ്. പിന്നെ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്താണ്? MTP 1971 ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. വിത്ത് സ്ട്രിക്റ്റ് കണ്ടീഷൻസ് ടു അവോയ്ഡ് ദ മിസ്യൂസ് ഓഫ് ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡ്. പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ തടയിടാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നുള്ളത് ഗവൺമെൻറ് 1971 ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എസെൻഷ്യൽ വെർ പ്രഗ്നൻസി കുഡ് ബി ഹാംഫുൾ ടു മദർ ഓർ ഫീറ്റസ് ഓർ ബോത്ത്. രണ്ടുപേർക്കും ബുദ്ധിമുട്ട് ആണ് ഈ ഒരു MTP ചെയ്യുന്നത്. പക്ഷേ MTP സേഫ് ആണ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 12 വീക്സ് ഓഫ് പ്രഗ്നൻസി. ആദ്യത്തെ ഒരു 3 മാസത്തിൽ MTP ചെയ്യുകയാണെങ്കിൽ രണ്ടുപേർക്കും വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല. ഇനി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ STDs ആണ് അടുത്തത് വരുന്നത്. അതിൽ കുറേ പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഡിസീസസിൻ്റെ പേരാണ്. എയ്ഡ്സ്, അതിൻ്റെ വൈറസ് നമുക്കറിയാം HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B, ജെനിറ്റൽ ഹെർപ്സ്, സിഫൈലിസ്, ഗൊണോറിയ, ക്ലാമൈഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്. നിങ്ങൾ ഡിസീസസിൻ്റെ പേര് മാത്രം കാര്യമായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ.
പിന്നെ വരുന്നത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഓഫ് എസ് ടി ഡിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, യൂസിങ് കോണ്ടംസ് ഡ്യൂറിങ് ഇൻ്റർകോഴ്സ് ആൻഡ് സീക്കിംഗ് മെഡിക്കൽ ഹെൽപ്പ്. ഈ 3 പോയിന്റുകൾ ഓർമ്മിക്കാം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ടെക്നിക്സ് ആണ്. അപ്പോൾ അതിൽ കുറേ ടേംസിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ കാണാതെ പഠിക്കണം. അത് ഓരോന്നും ഏത് സമയത്താണ് ചെയ്യുന്നതെന്നും കൂടെ അറിഞ്ഞിരിക്കാം. ആദ്യത്തേത് ART ആണ്, അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഇൻഫെർട്ടിലിറ്റി ടെക്നിക്കിൻ്റെ വേറൊരു പേരാണ് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നിക്സ്. അതായത് നോർമൽ ആയിട്ട് ഒരാൾ റീപ്രൊഡ്യൂഷൻ കപ്പാസിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് പ്രൊഡ്യൂസ് ചെയ്യാനാവാത്ത ഒരു അവസ്ഥയിൽ വരുന്ന സമയത്ത് സയൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസോട് കൂടിയിട്ട് ന്യൂ ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫെർട്ടൈൽ ആക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് അസിസ്റ്റൻറ്റ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്ന് പറയാം. അതിൽ ഒരുപാടെണ്ണം ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തേത് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമാണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് ടെസ്റ്റ് ട്യൂബ് ബേബി. In this method, the ova from the donor female and sperms from the husband are allowed to fuse under stimulated conditions in the lab called IVF. വേറൊരു പേരാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. എന്താ ചെയ്യുന്നത്? ഡോണർ ആയിട്ടുള്ള ഫീമെയിലിൽ നിന്നും ഹസ്ബൻഡിൻ്റെ സ്പേംസും ഫ്യൂസ് ചെയ്യിപ്പിക്കുക. അത് ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേര് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ്. അതായത് പുറത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ഫെലോപ്പിയൻ ട്യൂബിലല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ മെത്തേഡാണ് ശരിക്കും IVF എന്ന് പറയുന്നത്. ഈ IVFൽ അതിന് ശേഷം പിന്നെ ചെയ്യുന്നത് 2 മെത്തേഡ്സാണ്. ഒന്ന് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യണം. ഉണ്ടാവുന്ന ആ സൈഗോട്ട് ഉണ്ടല്ലോ, ആ സൈഗോട്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്. ഒന്നാമത്തത് സിഫ്റ്റ് ആണ്, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. Zygote or embryo up to 8 blastomeres is transferred into the fallopian tube. ഉണ്ടാവുന്ന സൈഗോട്ടിനെ എംബ്രിയോ ട്രാൻസ്ഫർ ആക്കിയിട്ട്, അതായത് 8 ബ്ലാസ്റ്റോമിയർ ഉള്ള സ്റ്റേജിൽ വെച്ചിട്ട് ന്യൂട്രസിലേക്ക് തന്നെ തിരിച്ച് കൊടുക്കുന്ന പ്രോഗ്രാമിനെയാണ് സിഫ്റ്റ് എന്ന് പറയുന്നത്. IUT എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. എംബ്രിയോസ് വിത്ത് മോർ ദാൻ 8 blastomeres are transferred into the uterus. 8 ബ്ലാസ്റ്റോമിയറിൽ കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? യൂട്രസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് മോറലിൻ്റെ സ്റ്റേജ് വരെയാണെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലേക്കും, അതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് IUT അതായത് യൂട്രസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ IVFന് ശേഷം വരുന്ന 2 ടെക്നിക്കാണ് ETയിൽ തന്നെ 2 എണ്ണം, സിഫ്റ്റും IUTയും. അപ്പോൾ അത് 2 മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ഗാമിറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ഓഫ് എൻ ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ ഫീമെയിൽ ഇൻ ടു അനദർ ഫീമെയിൽ who cannot produce ova but can provide suitable conditions for fertilization and further development of the fetus up to parturition. അതായത് ഒരു ഡോണർ ഫീമെയിലിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ ഓവത്തിനെ നമ്മൾ കളക്ട് ചെയ്യാം. ഒരു ഡോണർ ആയിട്ടുള്ള ഒരു ഫീമെയിലിൽ നിന്ന് ഓവത്തിന് നമ്മൾ കളക്ട് ചെയ്യാം. എന്നിട്ട് അത് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കപ്പിൾസിലെ ഫീമെയിൽ ബോഡിയിലേക്ക്, അതിൻ്റെ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ അതിന് ഫെർട്ടിലൈസേഷന് കണ്ടീഷൻസ് ഉണ്ടാവും. എന്നിട്ട് അവിടെ നോർമൽ ഫെർട്ടിലൈസേഷനും അതിനുശേഷം പാർച്ചുറേഷനും നടക്കുന്ന ഒരു പ്രോസസ്സ്, അതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഗാമിറ്റ് മാത്രമാണ് ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ പ്രോസസ്സും നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഗ്യാമിറ്റ് പ്രൊവൈഡ് കൊടുക്കുന്നത് ഒരു ഡോണർ ആണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതിനെയാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, ICSI. The sperm is directly injected into the ovum to form an embryo in the lab and the ET is carried out. അതായത് ഓവത്തിന് നമ്മൾ ഫീമെയിലിൽ നിന്ന് കളക്ട് ചെയ്യുക, അതേപോലെ സ്പേമിനെയും കളക്ട് ചെയ്യുക. അത് എംബ്രിയോ ആവുന്നത് വരെ അല്ലെങ്കിൽ എംബ്രിയോൻ്റെ സ്റ്റേജ് ആവുന്നത് വരെ ലാബിൽ വെച്ചിട്ട് കൾട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുക. അതിനെയാണ് ICSI അല്ലെങ്കിൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനാണ്. ഇവിടെ when the male partner is failed to inseminate the female or due to very low sperm count കുറയുകയാണെങ്കിലോ അല്ലെങ്കിൽ മെയിൽസിൽ ഇൻസെമിനേഷൻ നടക്കുന്നില്ലെങ്കിലോ അവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്.
പിന്നെ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ആണ്. ഹസ്ബൻഡിൽ നിന്നും കളക്ട് ചെയ്യുന്ന സെമന് ആർട്ടിഫിഷ്യലായിട്ട് ഫീമെയിലിൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ യൂട്രസിലേക്കോ വജൈനയിലേക്കോ ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് IUI എന്ന് പറയുന്നത്, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് ടെക്നിക്സ് പഠിച്ചു. ഒന്നാമത്തത് ART എന്താണ്, രണ്ട് IVF എന്താണ്, ET എന്താണ്. ETയിലെ രണ്ട് ടെക്നിക്സ് ഏതൊക്കെയാണ്, ഗിഫ്റ്റ്, ICSI, AI ആൻഡ് IUI. അപ്പോൾ ഇതൊന്നുകൂടെ വായിച്ചു നോക്കാം, അപ്പോൾ ക്ലിയർ ആവും എന്താണ് സംഭവം എന്ന്. പിന്നെ ഈ നമ്മൾ ഇപ്പോൾ പഠിച്ച ചാപ്റ്ററിൽ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ടേംസ് ഉണ്ട്. ആ ടേംസിൻ്റെ എക്സ്പാൻഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് RCH? RCH ഈസ് റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമാണ്. MMR മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, IMR ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, IUD ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, CUT ഈസ് കോപ്പർ T, STD ഈസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, AIDS is acquired immunodeficiency syndrome, HIV is human immunodeficiency virus, assisted reproductive technology ആണ് ART, in vitro fertilization ആണ് IVF, embryo transfer ആണ് ET, and zygote intrafallopian tube transfer ആണ് ZIFT, intrauterine transfer ആണ് IUT, gamete intrafallopian transfer ആണ് GIFT, intracytoplasmic sperm injection ആണ് ICSI എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ് AI, ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ ആണ് IUI എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് ആണ് നമ്മളതിൽ പഠിച്ചപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എന്തായാലും ഓർമ്മ വേണം. ഓരോന്നും ഏത് സാഹചര്യങ്ങളിലാണ് ചെയ്യുന്നതെന്നും ഓർമ്മിച്ച് വയ്ക്കാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.